തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നവംബറിലോ ഡിസംബറിലോ നടക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുകയാണ് കേരളത്തിലെ 3 മുന്നണികളും. LDF വർദ്ധിതമായ ആത്മവിശ്വാസത്തിലാണ്. ഒരിക്കലും കൂടെ വരില്ല എന്ന് കരുതിയ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇപ്പോൾ LDFിനോട് ഒപ്പമാണ്. SNDP യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളിയും LDFിനോടൊപ്പം. ഈ 2 സാമുദായിക സംഘടനകളെയും കൂടെ കൂട്ടുന്നത് അബദ്ധമായി മാറുമോ എന്ന് ചിന്തിക്കുന്ന CPM നേതാക്കളും ഉണ്ട്. പക്ഷേ വലിയ അബദ്ധമൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയുടെ നിരീക്ഷണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ 2 നേതാക്കളുടെ ഭാവിയാണ് പോകുന്നത്. തോറ്റാൽ 2 നേതാക്കളുടെ ഭാവി പോകും. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടി. ആ വിജയം ആവർത്തിക്കാനാണ്, അതിനേക്കാൾ മികച്ച വിജയം നേടാനാണ് LDF ഒരുങ്ങുന്നത്. അതേസമയം UDFന് നില ഭദ്രമാക്കിയേ പറ്റൂ. നില ഭദ്രമാക്കിയില്ലെങ്കിൽ ആദ്യം തെറിക്കുക പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശൻ എടുക്കുന്ന തീരുമാനം രാഷ്ട്രീയപരമായ മണ്ടത്തരമാണെന്ന് പലപ്പോഴും UDF നേതാക്കൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അവരത് പുറത്തു പറഞ്ഞിട്ടില്ല, സതീശനോടുള്ള പേടി കാരണം. സതീശൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാമായി മാറിയിരിക്കുകയാണ്. തൻ്റെ അടുപ്പക്കാരായ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് സതീശൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സതീശനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വളരെ 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 നിർണായകമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2020 വിജയം ആവർത്തിക്കാനായില്ലെങ്കിൽ, 2020 നേടിയ സീറ്റുകളെങ്കിലും നേടാൻ പറ്റിയില്ലെങ്കിൽ കോൺഗ്രസിനത് വലിയ തിരിച്ചടിയായി മാറും. സതീശൻ്റെ പ്രതിപക്ഷ സ്ഥാനം പോകും, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം പോകും. മാത്രമല്ല KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളവും അഗ്നി പരീക്ഷണമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. സുധാകരനെ മാറ്റി, സതീശൻ്റെ കടുംപിടുത്തം കാരണമാണ് സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കി മാറ്റിയത്. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. അദ്ദേഹത്തിൻ്റെ കരുത്ത് തെളിയിക്കാനുള്ള ഒരവസരം കൂടിയാണ്. മറുവശത്ത് VD സതീശനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ VD സതീശൻ്റെ ഭാവി പോകുന്ന തെരഞ്ഞെടുപ്പാകും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഭാവി പോകുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസ് മികച്ച പ്രകടനം നടത്തിയില്ലെങ്കിൽ VD സതീശൻ്റെ ഭാവി പോകും. പ്രതിപക്ഷ നേതൃസ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്കോ മറ്റേതെങ്കിലും നേതാവിനോ ലഭിക്കുകയും ചെയ്യും. മറ്റൊരാൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് BJP കേന്ദ്ര നേതൃത്വം കേരളത്തിലെ BJPയുടെ എല്ലാമായി മാറ്റിയത്. രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ BJP കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടിയില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറുടെ സ്ഥാന ലബ്ധിക്ക് വേണ്ടി മുറവിളി ഉയർന്നു തുടങ്ങും BJP. രാജീവ് ചന്ദ്രശേഖറെ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചത് സുരേന്ദ്രനും മുരളീധരനും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അവർ സഹിക്കുന്നു എന്ന് മാത്രം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ സീറ്റുകൾ അത് കിട്ടിയില്ല എങ്കിൽ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം മാറേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലായി മാറും. CPMനുമുണ്ട് പ്രശ്നങ്ങൾ. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും പിന്തുണച്ചിട്ടും കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വിജയം ആവർത്തിക്കാതെ വരികയാണെങ്കിൽ അത് പിണറായി വിജയന് വ്യക്തിപരമായ വലിയ തിരിച്ചടിയായി മാറും. മാത്രമല്ല പിണറായി വിജയൻ്റെ ഏകാധിപത്യ പ്രവണതയെ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണത്തെ ചോദ്യം ചെയ്യും CPIയും മറ്റ് ഘടകകക്ഷികളും ഒക്കെ. അതുകൊണ്ട് പിണറായിയെ സംബന്ധിച്ചിടത്തോളവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏറെക്കുറെ നിർണായകമാണ്. അതേസമയം പിണറായിയെ പോലെയല്ല VD സതീശൻ്റെയും രാജീവ് ചന്ദ്രശേഖറുടെയും സ്ഥിതി. VD സതീശൻ എടുത്ത തീരുമാനങ്ങളെല്ലാം വിവാദമായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയത്, അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം നീക്കാൻ വേണ്ടി ശ്രമിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള വിപരീത ഘടകങ്ങൾ സതീശന് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സതീശനെ സംബന്ധിച്ചിടത്തോളമാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ അഗ്നി പരീക്ഷണം. രാജീവ് ചന്ദ്രശേഖറും സമാന
സമാന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം BJPക്ക് എന്ത് മാറ്റമുണ്ടായി എന്ന് തിരിച്ചറിയാൻ ഇത്തവണ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സഹായിക്കും. എന്തായാലും ഈ നേതാക്കളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു തുടങ്ങി.